അറിയാതെ കാലൊന്നും ചവിട്ടിയതിനാണോ താൻ ഈ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഞാൻ സോറി പറഞ്ഞല്ലോ. പ്രതീക്ഷ ക്ഷമ കിട്ടും. കുറെ നേരമായി ഇവൻ ചൊറിയുന്നു. ബസ്സിൽ നല്ല തിരക്കാണ്. അറിയാതെ സീറ്റിരുന്ന ഒരുത്തന്റെ കാലിൽ ചവിട്ടിപ്പോയി. 10 മിനിറ്റോളായി അവൻ നിർത്താതെ ദേഷ്യപ്പെടുന്നു. കുറെ നേരം മിണ്ടാതിരുന്നു. അവൻ നിർത്തുന്നില്ല. ആഹാ, താനാള് കൊള്ളാലോ. സ്റ്റൂൾ പോലുള്ള ചെരിപ്പോണ്ട് ചവിട്ടിയിട്ട് ന്യായീകരിക്കുന്നോ? അവൻ ചൂടായി. പിന്നെ ഞാനെന്താ വേണ്ടേ? തന്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? താൻ പോയി കേസ് കൊടുക്ക്. കണ്ടക്ടർ ഇടപെട്ടു. ഓട്ടെ മോനെ, തിരക്കുള്ള ബസ്സിൽ അറിയാവുന്ന ചവിട്ടിയതല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, മോൻ ക്ഷമിച്ചേക്ക്. അതെ, ഇതേ തിരക്കുള്ള ബസ്സിൽ ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ ദേഹത്തെ അറിയാതെ തട്ടിയിരുന്നെങ്കിൽ താനിത് പറയോ? എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടില്ലേ? പോരാഞ്ഞ് പോലീസ് കേസും. ആണുങ്ങൾക്ക് ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ. അവൾക്ക് ചിരിയും ദേഷ്യവും ഒരുമിച്ച് വന്നു. എന്റെ തെറ്റാ, അറിയാതെ ചവിട്ടി, മാപ്പ്. ഇനി തനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് പോവാം, പോരെ? അവൻ മുഖം തിരിച്ചിരുന്നു. എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട്. കുറച്ചൊരു ഇടം കിട്ടിയപ്പോൾ അവൾ മുന്നോട്ട് കയറി നിന്നു. ഏകദേശം 2 കിലോമീറ്ററോളം പോയതേ ഉള്ളൂ. ആ ബസ് റോഡിൽ ആടിയുളഞ്ഞു നിന്നു. ദൈവമേ, പണി കിട്ടിയോ? അവൾ മനസ്സിൽ ചോദിച്ചു. കണ്ടക്ടറും ഡ്രൈവറും പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. ആക്സിഡന്റ് ഒടിഞ്ഞതാ, ഈ ബസ്സിന് പോവില്ല, പിന്നാലെ വരുന്ന ബസ്സിന് കയറ്റിവിടാം, എല്ലാവരും ഇറങ്ങിക്കോ, കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു. യാത്രക്കാർ പുറത്തിറങ്ങി തുടങ്ങി. പ്രതീക്ഷ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തൊട്ടു മുമ്പിൽ അവനുണ്ട്, നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയവൻ. ഇതുപോലുള്ളവന്മാർ കയറിയ ബസ് മറിയാതെ ബാക്കിയത് ഭാഗ്യം. വല്ലതും പറഞ്ഞായിരുന്നോ? അവളില്ലെന്ന് ചുമൽ കൂച്ചി. ഒരു കുന്നിന്റെ മുകളിലാണ് ബസ് നിൽക്കുന്നത്. അടുത്തെങ്ങും വീടുകളോ കടകളോ ഇല്ല. യാത്രക്കാർ അതുവഴി വരുന്ന വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തി കയറി പോകുന്നുണ്ട്. അവസാനം അവളും അവനും വേറെ 2-3 പേരും ബാക്കിയായി. ഡ്രൈവർ മാറിയിരുന്ന് പുകവലിക്കുന്നു. കണ്ടക്ടർ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ റോഡിൽ കുത്തിയിരുന്ന് ബസ്സിനടിയിലേക്ക് നോക്കി എന്തോ ആലോചിക്കുന്നു. ഇയാൾക്ക് മെക്കാനിക് ജോലി അറിയോ? അവൾ ചോദിച്ചു. ഇല്ല, എന്തേ? പിന്നെന്താ ഈ നോക്കുന്നത്? ഞാൻ ഈ ബസ് ആണാണോ പെണ്ണാണോ നോക്കിയതാ, തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളൊന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി. ഏതെങ്കിലും വണ്ടി വന്നാൽ മതിയായിരുന്നു. നാട്ടിലെത്തിയാൽ അവിടുന്ന് വീട്ടിലേക്ക് ഓട്ടോയിൽ പോകണം. നേരം വൈകി ഇനി ജോലിക്ക് അമ്മ വിടില്ല, അല്ലെങ്കിലേ പ്രശ്നമാണ്. നിനക്ക് കിട്ടുന്ന കാശ് കൊണ്ട് വേണ്ട ഇവിടെ കഴിയാൻ. നല്ല വല്ല ആലോചനയൊത്താ കെട്ടിച്ചു വിടും. ആ സമയത്ത് ജോലി കൂലി എന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. അച്ഛനൊരുത്ത് ഇട്ടിട്ട് സ്വന്തം സുഖം തേടിപ്പോയി. ഞാൻ ഒരാൾ വേണം എല്ലാത്തിനും ഓടാൻ. പിന്നെ മണിക്കൂറുകളോളം പരാതി പറച്ചിലാണ്. വന്ന 5 ആലോചനകൾ താൻ മുടക്കിയെന്ന് കണ്ടുപിടിച്ച ശേഷം അമ്മ ഈടിയായിട്ട് കുറച്ച് ബ്ലാക്ക് മെയിലിങ്ങും തുടങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷ കണ്ടക്ടറുടെ അടുത്തേക്ക് ചോദിച്ചു. ചേട്ടാ, അടുത്ത ബസ് വരാറായോ? ഒന്നും പറയാൻ പറ്റില്ല മോളെ, ഇന്ന് ഞായറാഴ്ച കൊണ്ട് കുറേ ബസ് ഓടുന്നില്ല. മോളൊരു കാര്യം ചെയ്യും, കിട്ടുന്ന വണ്ടിക്ക് കയറിക്കോ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാവും. അവൾ വേവലാതിയോടെ ചുറ്റും നോക്കി. അവൻ ഫോണിൽ നോക്കി നിൽക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നു. യാത്രക്കാരിൽ 3 പേർ ചാടിക്കയറി. പിന്നാലെ അവനും. പ്രതീക്ഷ ആകെ വിഷമത്തിലായി. ഇനി ബസ് ജീവനക്കാർ മാത്രമേ ഉള്ളൂ. നേരം ഇരുട്ടി തുടങ്ങി. ഓട്ടോ മുന്നോട്ട് നീങ്ങിയാണ്. പെട്ടെന്ന് അവൻ പറഞ്ഞു. ചേട്ടാ, എടുക്കല്ലേ, ഒരാളും കൂടി കയറാനുണ്ട്. അവൾ അമ്പരപ്പോടെ അവന് നോക്കി. എവിടെ കയറാൻ? എൻ്റെ പോനെ, ഇത് ബസ്സൊന്നുമല്ല. അങ്ങനെ പറയില്ലേ ചേട്ടാ. നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല, പോലീസ് പിടിച്ചാൽ എനിക്കാ പ്രശ്നം. അയ്യോ ചേട്ടാ, ഇതെൻ്റെ ഭാര്യ. പ്രതീക്ഷ ഒന്ന് ഞെട്ടി. ഇവനെന്ത് കുന്തായി പറയുന്നത്? എന്നാ പിന്നെ മോനെ ഇറങ്ങിക്കോ, 2 പേരും അടുത്ത വണ്ടിക്ക് വാ. ചേട്ടാ, പോലീസ് പിടിച്ചാൽ ഫൈൻ അടക്കാനുള്ള പൈസ ഞാൻ തരാം, പോരെ? വേറെ വഴിയില്ലാത്തോണ്ടാ, ഒന്ന് സഹകരിക്കും. അവൻ യാചിച്ചു. ആ ശരി, കയറ്. അവൻ മറ്റുള്ളവരെ തള്ളി കുറച്ച് ഇടമൊതുക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ദയനീയമായി അവനവളെ നോക്കി. കയറിയാൽ തന്നെ പാതി ഓട്ടോയുടെ സീറ്റിലും പാതി അവൻ്റെ ദേഹത്തുമായി ഇരിക്കേണ്ടി വരും. പ്രതീക്ഷ ആകെ ധർമ്മസങ്കടത്തിലായി. കയറിയാൽ ഇവൻ്റെ ദേഹത്തിരുന്ന് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ ഒറ്റക്ക്. അവസാനം അവൾ കയറി. അവൻ പരമാവധി മുന്നോട്ട് ഒതുങ്ങിയിരുന്നു. ഓട്ടോ നീങ്ങി. അടുത്തിരുന്നയാൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. നമ്പരിറക്കിയതല്ലേ, സെറ്റായല്ലോ, ഭാഗ്യവാൻ. എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, ഒന്നും മിണ്ടാതിരിക്കെ, എങ്ങനെയെങ്കിലും നാട് പിടിക്കാൻ നോക്കുക. നടക്കട്ടെ നടക്കട്ടെ. അയാൾ ചിരിച്ചു. ഓട്ടോ ഉലയുമ്പോൾ അവളുടെ ദേഹം അവനോട് ഉരഞ്ഞു. അവൾക്ക് ചെറിയ പേടി തോന്നി. അറിയാതെ കാലി ചവിട്ടിയപ്പോൾ ചൂടായവനാ. എന്താണ് അടുത്ത വായിൽ നിന്ന് വരികയും ദൈവത്തിനറിയാം. അവൻ്റെ ഫോൺ അടിച്ചു. കഷ്ടപ്പെട്ട് ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ ഫോൺ എടുത്തു. ഹലോ, ഞാൻ ടൗണിലെത്താറായി. പ്രമീളെ ഒന്ന് അടങ്ങ്. നാളെ കല്യാണം കഴിഞ്ഞോടെ ഞാൻ ഇവിടുന്ന് വിട്ടോളാം.